ഇന്നത്തെ കാലത്ത് നമ്മുടെ മുന്നിലുള്ള വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് മടി. പരിശ്രമിക്കാൻ തയ്യാറാകാതെ എളുപ്പ വഴികൾ തേടുന്ന മനോഭാവം പലരെയും പിന്നിലേക്ക് തള്ളിക്കളയുന്നു. അതിനൊപ്പം നിയന്ത്രണമില്ലാത്ത മൊബൈൽ ഫോൺ ഉപയോഗവും ജീവിതത്തെ ബാധിക്കുന്നു. മണിക്കൂറുകൾ സോഷ്യൽ മീഡിയയിൽ ചെലവഴിച്ചുകൊണ്ട് സമയം കളയുമ്പോൾ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നിശബ്ദമായി അകലുകയാണ് നമ്മിൽ നിന്ന്. ദാരിദ്ര്യം പലപ്പോഴും സാഹചര്യങ്ങളുടെ ഫലമാകാം, പക്ഷേ മടി, സമയം കളയൽ, ഉത്തരവാദിത്വം ഒഴിവാക്കൽ എന്നിവ അതിനെ കൂടുതൽ വഷളാക്കും. പരിശ്രമവും ശാസനയും ഉണ്ടെങ്കിൽ ജീവിതം മാറ്റാൻ സാധിക്കും. മറ്റൊരു അപകടകരമായ വഴിയാണ് മദ്യപാനം പോലുള്ള മറ്റു ലഹരി വസ്തുക്കളുടെ ഉപയോഗം. ദോഷശീലങ്ങൾ ഒന്ന് പരീക്ഷിക്കാം എന്ന ചിന്ത പോലും പിന്നീട് വലിയ അധീനതയായി മാറാം. ആരോഗ്യം നശിക്കും, കുടുംബസുഖം നഷ്ടപ്പെടും, സാമ്പത്തികമായി തകർച്ച വരും. പ്രിയരെ, സമയം വിലപ്പെട്ടതാണ്, വെറുതെ കളയരുത്. മൊബൈൽ ഉപകരണം ഉപകാരത്തിനായി ഉപയോഗിക്കുക, അടിമയാകരുത്. മടിയെ തോൽപ്പിക്കുക, പരിശ്രമത്തെ കൂട്ടുകാരനാക്കുക. മദ്യവും ദോഷശീലങ്ങളും ഒരിക്കലും പരീക്ഷിക്കരുത്. ദാരിദ്ര്യം വിധിയല്ല, മാറ്റാൻ കഴിയുന്ന അവസ്ഥയാണ്. ശ്രമം, ശുചിത്വമായ ജീവിതശൈലി, നല്ല തീരുമാനങ്ങൾ, ഇവയാണ് വിജയത്തിലേക്കുള്ള വഴി. പ്രിയരെ, വലിയ ദുരന്തങ്ങളൊന്നും വേണ്ട നമ്മുടെ ജീവിതം തകർക്കാൻ. ചെറിയ ഒരു ശീലം മതി, മടി. മൊബൈൽ ഫോൺ അമിതോപയോഗം, ഒന്ന് പരീക്ഷിക്കാമെന്ന് തുടങ്ങുന്ന ലഹരി, ഇവ മൂന്നും ചേർന്നാൽ ഒരു വ്യക്തിയുടെ ഭാവിയും ഒരു കുടുംബത്തിന്റെ സമാധാനവും കുട്ടികളുടെ സ്വപ്നങ്ങളും മൗനമായി നശിച്ചു പോകും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സാധാരണ വിഷയമല്ല, നമ്മുടെ വീടുകളിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യത്തെക്കുറിച്ചാണ്. മടി ഒരു സ്വഭാവ ദോഷം മാത്രമല്ല, അതൊരു ജീവിത തടസ്സമാണ്. പ്രവർത്തിക്കേണ്ട സമയത്ത് മാറ്റിവെക്കൽ, സ്വപ്നങ്ങൾ കാണുകയും ശ്രമം ചെയ്യാതിരിക്കുകയും, നാളെ നോക്കാം എന്ന ചിന്ത, ഇതാണ് പലരുടെ ജീവിതവും പിന്നോട്ട് പോകാനുള്ള കാരണം. അവസരങ്ങൾ നഷ്ടപ്പെടുത്തും. മടിയൻ അവസരങ്ങൾ നഷ്ടപ്പെടുത്തും, ഉത്തരവാദിത്വം ഒഴിവാക്കും, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. പക്ഷേ പരിശ്രമിക്കുന്നവനോ സാഹചര്യങ്ങളെ മാറ്റും, ദാരിദ്ര്യത്തെ തോൽപ്പിക്കും, കുടുംബത്തിന് കരുത്താകും. ദാരിദ്ര്യം പലപ്പോഴും വിധിയല്ല, മടി അതിനെ സ്ഥിരമാക്കുന്ന ശത്രുവാണ്. ദാരിദ്ര്യം പലപ്പോഴും വിധിയല്ല, മടി അതിനെ സ്ഥിരമാക്കുന്ന ശത്രുവാണ്. മൊബൈൽ ഫോൺ ഒരു അനുഗ്രഹമാണ്, പക്ഷേ നിയന്ത്രണമില്ലെങ്കിൽ അതൊരു അടിമത്തമാകുന്നു. 5 മിനിറ്റ് എന്ന് തുറന്ന ഫോൺ, 5 മിനിറ്റിന് വേണ്ടി തുറന്ന ഫോൺ 5 മണിക്കൂറായി മാറുന്നു. സോഷ്യൽ മീഡിയ സ്ക്രോൾ, അവസാനമില്ലാത്ത വീഡിയോകൾ, പ്രയോജനമില്ലാത്ത ചർച്ചകൾ, ഇതെന്താണ് കവർന്നെടുക്കുന്നത്? നമ്മുടെ സമയം, ശ്രദ്ധ. കുട്ടികളാണെങ്കിൽ പഠനക്ഷമത, ലക്ഷ്യബോധം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർ 2 തരമാണ്. ഉപകരണം ഉപയോഗിക്കുന്നവർ അവർ മുന്നേറും, ഉപകരണത്തിന്റെ അടിമകളായിട്ടുള്ളവർ പിന്നോട്ട് പോകും. അതുപോലെ തന്നെ ജീവിതത്തെ വിഴുങ്ങുന്ന ലഹരി നമ്മുടെ ജീവിതത്തെ വിഴുങ്ങുന്ന വലയാണ്. ഒന്ന് പരീക്ഷിക്കാം. ഇതിലൂടെയാണ് പലരും കുടുങ്ങുന്നത്. മദ്യപാനം, പുകവലി, മയക്കുമരുന്നുകൾ ആദ്യത്തിൽ കൗതുകമാകും. കൂട്ടുകാരുടെ സമ്മർദ്ദം മൂലം, താൽക്കാലിക സന്തോഷത്തിനു വേണ്ടി. പിന്നീടാണ് ആരോഗ്യനാശം, മാനസിക തകർച്ച, സാമ്പത്തിക ദുരവസ്ഥ, കുടുംബ വിള്ളൽ. ലഹരി ഒരാളുടെ ശരീരത്തെയും മനസ്സിനെയും മാത്രമല്ല, അവന്റെ കുടുംബത്തെയും വിഴുങ്ങും. ഒരു വീട്ടിൽ ലഹരി കയറുമ്പോൾ ഭാര്യയ്ക്ക് നഷ്ടമാവുന്നത് അവിടുത്തെ സുരക്ഷാബോധം, മാനസിക സമാധാനം, ഭർത്താവിന്റെ പിന്തുണ. മാതാപിതാക്കൾക്കോ ലജ്ജ, വേദന, പ്രതീക്ഷ നഷ്ടം. ഇങ്ങനെയുള്ള വീടുകളിൽ ഒരു കുടുംബത്തെ പുറത്തു നിന്ന് നോക്കിയാൽ സാധാരണയായി തോന്നാം, പക്ഷേ അകത്ത് നിശബ്ദമായി തകർന്നുകൊണ്ടിരിക്കുകയായിരിക്കും. വഴക്കുകൾ നിറഞ്ഞ വീട്, ഇത് കുട്ടികളുടെ മനസ്സിൽ മുറിവാകുന്നു. ഭയം, ആത്മവിശ്വാസക്കുറവ്, പഠനത്തിൽ പിന്നോക്കം, മാനസിക സമ്മർദ്ദം. ചിലപ്പോൾ കുട്ടികൾ തന്നെ തെറ്റായ വഴിയിലേക്ക് നീങ്ങും. നമ്മുടെ ശീലങ്ങൾ നമ്മുടെ കുട്ടികളുടെ ഭാവിയാണ് തകർക്കുന്നത്. ഇന്ന് തന്നെ നമുക്ക് തീരുമാനിക്കാം, മടിയെ തോൽപ്പിക്കാം, സമയത്തെ വിലമതിക്കാം, മൊബൈൽ ഉപയോഗം നിയന്ത്രിക്കാം, ലഹരിയോട് ഇല്ല എന്ന് പറയാം, കുടുംബത്തെ സംരക്ഷിക്കാം. ഒരു നല്ല തീരുമാനം ഒരു തലമുറയെ രക്ഷിക്കും. സമ്പത്ത് നഷ്ടപ്പെട്ടാൽ തിരികെ നേടാം, ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ചികിത്സിക്കാം, പക്ഷേ തകർന്ന കുടുംബവും നഷ്ടപ്പെട്ട ബാല്യവും തിരികെ കിട്ടില്ല. ജീവിതം വിലപ്പെട്ടതാണ്, കുടുംബം അമൂല്യമാണ്. കുട്ടികളുടെ ഭാവി നമ്മുടെ കൈകളിലാണ്. ഇന്ന് തന്നെ നല്ല മാറ്റത്തിന് തുടക്കം കുറിക്കാം. കുടുംബനാഥൻ ഒരു കുടുംബത്തിന്റെ തൂണാണ്. അവൻ ശക്തനായാൽ കുടുംബം സുരക്ഷിതമാണ്. അവൻ ഉത്തരവാദിത്വം മറന്നാൽ കുടുംബം അനാഥമാകുന്നു. ചില വീടുകളിൽ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യം വേദനാജനകമാണ്. കുടുംബത്തിനായി കഷ്ടപ്പെടേണ്ട ഒരാൾ സമയം വെറുതെ കളയുന്നു, ലഹരിയിൽപ്പെടുന്നു, വരുമാനത്തെ വിലമതിക്കുന്നില്ല, ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധി എല്ലായ്പ്പോഴും കുറഞ്ഞ വരുമാനമല്ല കാരണം. പലപ്പോഴും കാരണം നിയന്ത്രണമില്ലാത്ത ചെലവ്, ലഹരിക്കായി പണം കളയൽ, പദ്ധതിയില്ലാത്ത ജീവിതം, സേവിങ്സ് ഇല്ലായ്മ. വരുമാനം ചെറിയതായാലും നിയന്ത്രണവും പദ്ധതിയും ഉണ്ടെങ്കിൽ കുടുംബം നിലനിൽക്കും. സേവിങ്സ് എന്നത് പണം സൂക്ഷിക്കൽ മാത്രമല്ല, അത് കുടുംബത്തിന്റെ സുരക്ഷയാണ്. അടിയന്തരാവസ്ഥയിൽ ആശ്വാസമാകും. കുട്ടികളുടെ വിദ്യാഭ്യാസ സുരക്ഷ, ആരോഗ്യ ചെലവുകൾക്ക് പിന്തുണ, പെരുന്നാൾ ദിനങ്ങളിൽ സന്തോഷം. ഇന്ന് സംരക്ഷിക്കുന്ന ചെറിയ തുക
അതായത് ഇന്ന് സൂക്ഷിച്ചു വെക്കുന്ന ചെറിയ തുക നാളെ വലിയ ആശ്വാസമാകും. സേവിങ്സ് തുടങ്ങാൻ വലിയ ശമ്പളം ആവശ്യമില്ല. വലിയ തുക കയ്യിൽ വരാൻ കാത്തിരിക്കേണ്ടതുമില്ല. ചെറിയ തുടക്കമാണ് വലിയ മാറ്റങ്ങളുടെ അടിസ്ഥാനം. ദിവസവും ചെലവാക്കുന്ന ചെറിയ തുകകളിൽ നിന്ന് അല്പം മാറ്റിവെക്കാം. ഒരു ചായ കുറച്ചാൽ കിട്ടുന്ന പണം, അനാവശ്യ ചെലവ് ഒഴിവാക്കിയാൽ ശേഷിക്കുന്ന തുക, വ്യർത്ഥമായി പോകുന്ന നാണയങ്ങൾ, ഇവയെല്ലാം ചേർന്നാൽ ഒരു കുടുംബത്തിന്റെ സുരക്ഷിത ഭാവിയാകും. 10 രൂപയായാലും മാറ്റിവെക്കുക, 50 രൂപയായാലും മാറ്റിവെക്കുക, 100 രൂപയായാലും മാറ്റിവെക്കുക. തുക ചെറുതാണോ എന്നല്ല പ്രധാനം, ശീലം രൂപപ്പെടുന്നുവോ എന്നതാണ് പ്രധാനം. ആദ്യം സേവ് ചെയ്യുക, ശേഷം ചിലവഴിക്കുക. ഇന്നത്തെ ചെറിയ സംരക്ഷണം നാളത്തെ വലിയ ആശ്വാസമാണ്. ഒരു നല്ല കുടുംബനാഥൻ ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം. കുടുംബ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുക. വരുമാനത്തിനനുസരിച്ച് ചെലവ് നിയന്ത്രിക്കുക. ലഹരിയിൽ നിന്ന് പൂർണ്ണമായി മാറുക. മാസാന്ത സേവിങ്സ് ശീലം ആരംഭിക്കുക. കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി എന്തെങ്കിലും പദ്ധതിയിടുക. കുടുംബം ഒരു ബാധ്യതയല്ല, അതൊരു വിശ്വാസമാണ്. വീട് ചിലപ്പോൾ എല്ലാം ഒരു വിശ്രമ സ്ഥലമാണ്. പക്ഷേ ഒരാൾ എല്ലായ്പ്പോഴും ഫോണിൽ മുഴുകിക്കിടക്കുമ്പോൾ ഭാര്യയ്ക്ക് അവഗണന അനുഭവപ്പെടുന്നു, കുട്ടികൾക്ക് ശ്രദ്ധ ലഭിക്കാതെ പോകുന്നു, കുടുംബ സംഭാഷണങ്ങൾ കുറയുന്നു, ബന്ധങ്ങൾ അകന്നു പോകുന്നു. ഒരേ വീട്ടിൽ താമസിച്ചാലും ഹൃദയങ്ങൾ തമ്മിലുള്ള ദൂരം വർദ്ധിക്കുന്നു. സംസാരിക്കാൻ ഒരാൾ, മാനസിക പിന്തുണയ്ക്കൊരാൾ, പങ്കാളിത്തത്തിനൊരാൾ, പരിഗണനയ്ക്കൊരാൾ. പക്ഷേ എപ്പോഴും ഫോണിൽ കളിക്കുന്ന ഭർത്താവ്, ഉത്തരവാദിത്തങ്ങളിലെ അനാസ്ഥ, കുടുംബകാര്യങ്ങളിലെ ശ്രദ്ധയില്ലായ്മ, ഇത് മെല്ലെ മെല്ലെ മാനസിക സമ്മർദ്ദമായി ഒരു ഭാര്യയ്ക്ക് തോന്നാം. ഞാൻ ഒറ്റക്കാണ്, എൻ്റെ വാക്കുകൾക്ക് വിലയില്ല, ഈ ജീവിതത്തിൽ സന്തോഷമില്ല. ഇങ്ങനെ ഡിപ്രഷൻ പോലുള്ള അവസ്ഥകൾ രൂപപ്പെടാം. മടി മനുഷ്യൻ്റെ കഴിവുകളെ ബന്ധിപ്പിക്കുന്നു. മൊബൈൽ ഫോൺ അമിത ഉപയോഗം സമയം കവർന്നെടുക്കുന്നു. സേവിങ്സ് ഇല്ലായ്മ ഭാവിയെ അസുരക്ഷിതമാക്കുന്നു. ഈ 3 ശീലങ്ങൾ ഒന്നിച്ചു വന്നാൽ കുടുംബങ്ങൾ സാമ്പത്തികമായി പിന്നോക്കം പോകും, മാനസികമായി തളരും, ദാരിദ്ര്യം തലമുറകളിലേക്ക് നീളും. പക്ഷേ നല്ല വാർത്ത എന്താണ്? മാറ്റം അസാധ്യമല്ല. മടി മാറ്റാം, സമയം നിയന്ത്രിക്കാം, ഫോൺ ഉപയോഗം പരിധിയിൽ കൊണ്ടുവരാം, ചെറിയ തുകയെങ്കിലും സേവ് ചെയ്യാം. ഉത്തരവാദിത്തമുള്ള ചെറിയ തീരുമാനങ്ങൾ വലിയ കുടുംബ സുരക്ഷയിലേക്ക് നയിക്കും. ഇന്ന് തിരുത്തുന്ന ശീലം നാളത്തെ സമാധാനമാണ്. ഇന്ന് തുടങ്ങുന്ന സേവിങ്സ് നാളത്തെ സ്ഥിരതയാണ്. കുടുംബത്തിന്റെ ഭാവി നമ്മുടെ ഇന്നത്തെ തീരുമാനങ്ങളിലാണ്.